നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ അമേരിക്കൻ നാവികസേന നടത്തിയ അതീവ നാടകീയമായ സൈനിക നീക്കത്തിലൂടെ ഇറാനിയൻ ചരക്ക് കപ്പലായ MV തുസ്ക പിടിച്ചെടുത്തത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഏപ്രിൽ 17 മുതൽ ഇറാനിയൻ തീരങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് അതിവേഗത്തിലുള്ള ഈ നടപടി US സ്വീകരിച്ചത്. കപ്പലിനെ പ്രവർത്തനരഹിതമാക്കിയ ശേഷം US മറീനുകൾ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുന്നു. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലനിൽക്കെ അമേരിക്കൻ നാവികസേന നടത്തിയ നീക്കം സായുധ കവർച്ചയാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. സംഭവത്തിന് വൈകാതെ തന്നെ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ സൈനിക ആസ്ഥാനമായ ഹസ്രത്ത് ഖാദം അൽ അൻബിയ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് അമേരിക്കയുമായി നിശ്ചയിച്ചിരുന്ന 2ാം വട്ട സമാധാന ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറുകയാണ്. ഇതോടുകൂടി തന്നെ വീണ്ടും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അറബിക്കടലിലൂടെ ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്തേക്ക് നീങ്ങുകയായിരുന്ന MV തുസ്കയെ US യുദ്ധക്കപ്പലായ USS പ്രൂവൻസ് തടഞ്ഞതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത്. ഏതാണ്ട് 6 മണിക്കൂറോളം നീണ്ടുനിന്ന കടുത്ത വാഗ്ദാനങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും സമുദ്രം സാക്ഷ്യം വഹിച്ചത്. ഉപരോധം ലംഘിക്കരുതെന്നും കപ്പൽ ഉടൻ തന്നെ നിർത്തണമെന്നും US സൈന്യം റേഡിയോ സന്ദേശങ്ങളിലൂടെ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും ഇറാനിയൻ കപ്പൽ അത് അവഗണിച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. തുടർച്ചയായ 6 മണിക്കൂർ മുന്നറിയിപ്പുകൾ ഫലം കാണാതെ വന്നതോടെയാണ് കപ്പലിനെ ബലം പ്രയോഗിച്ച് തടയാൻ US തീരുമാനിച്ചത്. കപ്പലിലെ ജീവനക്കാരുടെ ജീവന് അപകടമുണ്ടാകാത്ത രീതിയിൽ കപ്പലിന്റെ സഞ്ചാരം തടയുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി USS പ്രൂവൻസിലെ കമാൻഡർമാർ കപ്പലിന്റെ എൻജിൻ റൂം ലക്ഷ്യം വയ്ക്കാനാണ് നിർദ്ദേശം നൽകിയത്. അങ്ങനെ വെടിവെപ്പിന് മുൻപായി എൻജിൻ റൂമിലുള്ളവരോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. USS പ്രൂവൻസിലെ കരുത്തുറ്റ 5 ഇഞ്ച് MK-45 ഗണ്ണിൽ നിന്നാണ് വെടിയുണ്ടകൾ തൊടുത്തത്. പീരങ്കി ഉണ്ടകൾ കപ്പലിന്റെ എൻജിൻ റൂമിൽ കൃത്യമായി പതിക്കുകയും അവിടെ വലിയ വിള്ളലുണ്ടാക്കുകയും ചെയ്തു. എൻജിൻ പ്രവർത്തനരഹിതമായതോടെ കൂറ്റൻ ചരക്ക് കപ്പൽ കടലിന്റെ നടുവിൽ നിശ്ചലമാകുന്ന കാഴ്ചയാണ് കണ്ടത്. കപ്പലിന്റെ വേഗത നിലച്ചതോടെ US മറീനുകൾ ഹെലികോപ്റ്ററുകൾ വഴിയും ബോട്ടുകൾ വഴിയും തുസ്കയിലേക്ക് ഇരച്ചു കയറി നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇറാൻ പതാകയേന്തിയ തുസ്കയ്ക്ക് ഏകദേശം 900 അടി നീളമുണ്ട്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉപരോധ പട്ടികയിലുള്ള കപ്പലാണിതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. മുൻപും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചരിത്രമുള്ളതിനാലാണ് കപ്പലിനെ തടഞ്ഞതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിൽ കപ്പൽ പൂർണ്ണമായും US സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് കടത്തിക്കൊണ്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടക്കുകയാണ്. സൈനിക നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന അമേരിക്കയുടെ നയം തന്നെയാണ്. ഇറാന്റെ പക്കലുള്ള ആണവ പദ്ധതികളും പ്രാദേശികമായ ഇടപെടലുകളും അവസാനിപ്പിക്കാൻ അവരുടെ വരുമാന സ്രോതസ്സുകൾ തടയണമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇറാനിയൻ തീരങ്ങളിലൂടെയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങൾക്കും US ഉപരോധം ഏർപ്പെടുത്തിയത്. ഈ ഉപരോധം ലംഘിക്കുന്ന ഏതൊരു കപ്പലിലും ഇതേ അവസ്ഥയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക നൽകുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ US ഇറാൻ പ്രതിനിധികൾ തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ചർച്ചാ മേശയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ട്രംപ് ഭരണകൂടം ഈ കപ്പൽ പിടിച്ചെടുക്കലിനെ കാണുന്നത്. തങ്ങൾ പറയുന്ന ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സന്ദേശമാണ് US ഇതിലൂടെ നൽകുന്നത്. ഈ സംഭവത്തെ സായുധ കടൽക്കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ സൈന്യത്തിന്റെ നടപടിക്കെതിരെ ഉടൻ തന്നെ തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസികൾ
റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ കപ്പലുകൾ തടയുന്നത് തുടരുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തി. ഇത് ആഗോള എണ്ണ വിപണിയെ വലിയ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫ് വ്യക്തമാക്കി. ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റാരെയും ഹോർമസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ അനുവദിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അമേരിക്കയുടെ ഉപരോധം അജ്ഞതയിൽ നിന്ന് ഉണ്ടായതാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും സ്ഥിതിഗതികൾ യുദ്ധസമാനമാക്കുന്നു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നതും ഹോർമസ് കടലിടുക്ക് വഴിയാണ്. നിലവിലെ ഈ സംഘർഷം ആഗോള ഇന്ധന പ്രതിസന്ധിക്ക് കൂട്ടുകയും എണ്ണവില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. സംഭവത്തെ തുടർന്ന് അമേരിക്കയുമായി നിശ്ചയിച്ചിരുന്ന 2ാം വട്ട സമാധാന ചർച്ചകളിലും നിന്നും ഇറാൻ പിന്മാറിയിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ അമിതമായ ആവശ്യങ്ങളും യാഥാർത്ഥ്യബോധ്യമില്ലാത്ത പ്രതീക്ഷകളുമാണ് ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചതെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലപാടുകളിലെ വൈരുദ്ധ്യവും ഉപരോധം തുടരുന്നതും ചർച്ചകൾ അർത്ഥശൂന്യമാക്കുന്നുവെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനിലെത്താൻ ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അവിടെ അരങ്ങേറുന്നത്. ബുധനാഴ്ച അവസാനിക്കാനിരിക്കുന്ന വെടിനിർത്തൽ കരാർ ഇതോടെ അനിശ്ചിതത്വത്തിലായി. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ സൈനിക നടപടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാദ് ദാറുമായി ഫോണിൽ സംസാരിച്ചു. ചർച്ചകളിൽ അമേരിക്ക പുലർത്തുന്ന ഇരട്ടത്താപ്പും ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ ഉയർത്തുന്ന ഭീഷണികളും സമാധാനത്തോടെയുള്ള അവരുടെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നതെന്നും അറാഗ്ചി പറഞ്ഞു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കേണ്ടിയിരുന്ന ചർച്ചകളെയും ഇത് ബാധിച്ചേക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കാലയളവ് അവസാന ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് അമേരിക്കയുടെ നീക്കം. ഇതിനോടകം തന്നെ അനിശ്ചിതത്വത്തിലായ സമാധാന ചർച്ചകൾക്ക് പുറമെയാണ് അമേരിക്കയുടെ ഈ നടപടിയും. പാകിസ്ഥാനിൽ നടക്കുമെന്ന് കരുതപ്പെടുന്ന ചർച്ചകൾ പ്രതികൂലമായേക്കാമെന്ന സൂചനകൾ ഇതിനോടകം തന്നെ സജീവമാണ്. ഏതായാലും ഇത്തരത്തിൽ ഇറാൻ കപ്പലുകൾക്ക് നേരെയും ഇപ്പോൾ അമേരിക്ക കടുത്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തുസ്കിക്ക് നേരെയുണ്ടായിട്ടുള്ള അമേരിക്കയുടെ കടലിൽ വെച്ച് തന്നെയുള്ള ഈ മാരകമായിട്ടുള്ള ആക്രമണം.